ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് തിരക്കായി പോയി, അതുകൊണ്ടാണ് ഒരാഴ്ച വീഡിയോ ഇടായിരുന്നത്. നിങ്ങളെല്ലാവരും ക്ഷമിക്കുക എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, ചേട്ടാ എന്താണ് വീഡിയോ ഇടാൻ, ചേട്ടൻ എന്ത് പറ്റി, ഡെയിലി വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ചേട്ടൻ എന്ത് പറ്റി? കുറച്ച് തിരക്കും ഒക്കെ ആയിപ്പോയി, കുറച്ച് ഫാമിലി പ്രോബ്ലംസ്, തിരക്ക്, അതുകൊണ്ടായിരുന്നു ഞാൻ വീഡിയോ ഇടായിരുന്നത്. വീണ്ടും ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് എല്ലാ ദിവസവും വെള്ളിയും ഞായറും ഒഴിച്ച് എല്ലാ ദിവസങ്ങളിലും നമ്മുടെ വീഡിയോ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. കഴിഞ്ഞ ദിവസം സിജോ, സായി, പെങ്ങളുകുട്ടി, അവരുടെ പെങ്ങളുകുട്ടിയായ നന്ദന, ഇവർ മൂന്നുപേരും കൂടെ ഒരു ലൈവിൽ നന്ദനയുടെ കല്യാണം കഴിഞ്ഞു, ചെറുക്കൻ ആരാണെന്ന് സിജോയും സായും കൂടെ വെളിപ്പെടുത്തി. അപ്പോൾ അത് സത്യമാണോ? അതേക്കുറിച്ചാണ്. അപ്പോൾ കൂടുതൽ അറിയാൻ നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. വേറൊന്നുമല്ല, നന്ദനയുടെ കല്യാണം കഴിഞ്ഞിരിക്കുക. വിശ്വസിച്ചോ? സത്യമാണ് ഞാൻ പറയുന്നത്. വേറൊന്നുമല്ല, സായി, സിജോ, നന്ദന, ഇവർ മൂന്നുപേരും നല്ല ഫ്രണ്ട്ഷിപ്പാണ്. പെങ്ങളുകുട്ടി എന്ന പേരിലാണ് നന്ദന അറിയപ്പെടുന്നത്. ബിഗ് ബോസിൽ ഇറങ്ങിയ ശേഷം ഇപ്പോൾ നന്ദന കല്യാണം കഴിഞ്ഞു എന്നാണ് സായി, സിജോ കൂടെ വെളിപ്പെടുത്തി. അത് സായിയോടും സിജോയോടും നന്ദന പറഞ്ഞത് പേഴ്സണലായിട്ട്, നിങ്ങളിത് എല്ലാവരെയും അറിയിക്കണം, ഞങ്ങളുടെ ഹണിമൂണും കഴിഞ്ഞു, കല്യാണവും കഴിഞ്ഞു. ഇത് കുറിച്ച് കൂടുതൽ സിജോ അതേക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തുന്നുണ്ട്. ഇവരുടെ മൂന്നുപേരും കൂടെ ലൈവ്, ഇവർ മൂന്നുപേരും കൂടെ വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ച ഒരു ഇതാണ്. അതിൽ സിജോ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരു 6 എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പയ്യനാണ് നന്ദനെ വിവാഹം ചെയ്തത്, ഒരു കണിമോളും കഴിഞ്ഞു, രജിസ്റ്ററാണ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. ഇവരുടെ കല്യാണത്തിന് ഇവരാണ് ഒപ്പിട്ടത്. ഇവർ കല്യാണത്തിന് എല്ലാ സാക്ഷിയായിട്ടും എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത സായി, സിജോ എന്ന് പറയുന്നുണ്ട് നന്ദനയുടെ കല്യാണത്തിൽ. പയ്യൻ്റെ പേര് രഞ്ജിത്ത് എന്നാണെന്നും കോഴിക്കോട് സ്വദേശിയാണെന്നും പറയുന്നുണ്ട്. സിജോയാണ് ഇത് പറയുന്നത്. നിങ്ങൾ എത്ര പേര് വീഡിയോ കണ്ടത് എന്ന് എനിക്കറിയത്തില്ല ഇതേക്കുറിച്ച്. നന്ദന പറയുന്നുണ്ട്, 2 പേരെ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, വെക്കാനൊന്നുമില്ല, ഞങ്ങൾക്ക് 2 പേർക്കും ഭാര്യമാരുണ്ട് എന്ന് സിജോയും സായും കൂടെ പറയുന്നുണ്ട്. കോഴിക്കോട് ജൗളിക്കട നടത്തുവാണ് എന്നാണ് ഈ രഞ്ജിത്ത് എന്ന ചെറുപ്പക്കാരൻ. പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, താങ്ങിയതാണ്. ഈ സായി, സിജോയും കൂടെ മാക്സിമം നന്ദനയെ ദേഷ്യപ്പെടുത്താൻ വേണ്ടി ഓരോ കാര്യങ്ങൾ പറയും. എന്താണെന്ന് എനിക്ക് തോന്നി. നിങ്ങളെ കമൻറ്റ് നോക്കിയാൽ ഞാനത് അവരുടെ സംഭാഷണമൊക്കെ കൂടുതൽ ഇങ്ങനെ നന്ദനയെ കളിയാക്കിയൊക്കെ ഇത് പറയും, നന്ദനയുടെ ദേഷ്യം കാണാൻ ഒക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നിയത് അങ്ങനെയായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? നിങ്ങളെ കമൻ്റ് ഒന്ന് ചെയ്യുക. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, നന്ദന എന്ന കുട്ടി ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് എല്ലാവരും അറിയപ്പെടുന്നത്. സായി, സിജോയും ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ബിഗ് ബോസിന് പുറത്തും അകത്തും അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഒരുപാട് വിവാദങ്ങളുണ്ടാകും. പുറത്തിറങ്ങിയ ശേഷം നന്ദനയ്ക്ക് ഒരുപാട് വിവാദങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് ഹേറ്റേഴ്സ്, ഒരുപക്ഷെ ജാസ്മിനെക്കഴിഞ്ഞും കൂടുതൽ ആരാധകർ ഇപ്പോഴും നന്ദനയെ കൂടുതൽ വെറുക്കുന്നുണ്ട്. നന്ദനയുടെ അമ്മ തന്നെ കഴിഞ്ഞ ദിവസം അതേക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. കല്യാണം കഴിഞ്ഞെങ്കിൽ അവർ ഒരുപാട് ഇതേക്കുറിച്ചൊക്കെ കൂടുതൽ വീഡിയോകൾ വന്നായിരുന്നു. ഞാൻ ഇതുപോലെ കുറച്ച് ഇതേ കേട്ടുള്ളൂ. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു സായി നമ്മുടെ സിജോയും കൂടെ കൂടി നന്ദനക്കിട്ട് കളിയാക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നു. നന്ദന അവിടെ ഉണ്ടായിരുന്നു. നന്ദന സാധാരണ ഇവരെ ഇങ്ങനെ ഓരോ മുഖം കൊണ്ടൊക്കെ കോഷ്ടിയൊക്കെ കാണിക്കുന്നുണ്ട്. നന്ദനയുടെ എന്ന് വെച്ചാൽ നന്ദനയ്ക്ക് പക്വതയില്ലാത്തൊരു കുട്ടിയാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. എന്ത് വിളിച്ചു പറയുന്ന അല്ല എന്ത് ചെയ്യുന്നതെന്ന് ഒന്നും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ സായി, സിജോയും കൂടെ പറയുന്നുണ്ട്, എല്ലാവരും വിഷ് ചെയ്യണം, നന്ദനയുടെ കല്യാണത്തിന് വിഷ് ചെയ്യണം എന്നൊക്കെ സിജോയാണ് കൂടുതലും പറയുന്നത്. സായി ഓടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ 3 പേരും കൂടെ ഉള്ള ഒരു ലൈവ് വീഡിയോയിലാണ് ഇതേക്കുറിച്ചെല്ലാം കൂടുതൽ പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ.